السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 166 عن حذيفة رضي الله عنه أن رسول الله صلى الله عليه وسلم كان إذا أراد أن يرقد وضع يده اليمنى تحت خده ثم يقول اللهم قني عذابك യൗമ തബ്അസു ഇബാദക്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാന ഇദാ അറാദ അൻ യർഖുദ, തങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ കിടക്കുമല്ലോ, ആ കിടക്കുമ്പോൾ എങ്ങനെ കിടക്കുന്നു എന്നതാണ് ഇവിടെ പരാമർശിക്കുന്നത്. നബി തങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ വളഅ യദഹുൽ യുംന തഹ്ത ഖദ്ദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വലത് കൈ കവിളിന്റെ താഴ്ഭാഗത്ത് വെക്കും. വലത് കൈ താഴ്ഭാഗത്ത് വെക്കും. വലത് കൈ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലത് കൈയിന്റെ ഉള്ളം കൈ, കൈപ്പത്തി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിളിന്റെ ചുവടെ വെക്കും. സുമ്മ യഖൂലു, എന്നിട്ട് പറയും. വലത് കൈ കവിളിന്റെ താഴെ വെക്കുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ വെക്കാൻ കഴിയണമെങ്കിൽ വലതു ഭാഗത്തിന്മേൽ ചരിഞ്ഞു കിടക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കാറുള്ളത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് ആണ്. അത് തന്നെ ഖിബലയിലേക്ക് മുന്നിട്ടുകൊണ്ട്. ഒരു മുസ്ലിം കിടക്കേണ്ട രൂപമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു കാണിക്കുന്നത്. വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് ഖിബലക്ക് അഭിമുഖമായിട്ടാണ് കിടക്കേണ്ടത്. അങ്ങനെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കവിളിന്റെ താഴെ വലത് കൈവച്ചുകൊണ്ട് കിടക്കുക. എന്നിട്ട് സുമ്മ യഖൂലു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക്, അല്ലാഹുവേ, നിന്റെ അടിമകളെ നീ പുനർജന്മം നൽകുന്ന ആ ദിവസം, അഥവാ ഖിയാമത്ത് നാളിൽ നിന്റെ അദാബിനെ തൊട്ട് എന്നെ നീ സംരക്ഷിക്കണേ റബ്ബേ, കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് മാത്രമല്ല, മറ്റു പല ദുആകളും ചെയ്യാറുണ്ട്. ഇത് അക്കൂട്ടത്തിൽ ഒരു ദുആ ആണ്. ഇതൊന്നും ഒഴിവാക്കാതെ നാം കിടന്നുറങ്ങുക. മറ്റു പല ഹദീസുകളിലും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദ്, അതേപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത്തരം സൂറത്തുകളൊക്കെ ഓതുകയും എന്നിട്ട് കയ്യിൽ ഊതി, എന്റെ മുൻകൈയിൽ ഊതി ശരീരം മുഴുവനായി തടവിയിട്ട് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങാറുള്ളത്. ഇങ്ങനെ വിവിധ ഹദീസുകളിൽ വ്യത്യസ്ത കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടി പകർത്താൻ നമുക്ക് കഴിയണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് പോയി ചാടി വീണ് കിടക്കുന്നതിന് പകരം ആദ്യം പോയി വുളു എടുത്ത് ഒന്ന് ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി ഒന്ന് ശരീരം തടവി ഇത്തരം ദുആകളൊക്കെ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങിയാൽ ആ ഉറക്കത്തില് കാര്യമായ പേടിയോ അല്ലെങ്കിൽ ദുസ്വപ്നങ്ങളോ ഒന്നും ബാധിക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ മറ്റു അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു ഉറക്കം, ഒരു ഇബാദത്തിന്റെ ഉറക്കം നമുക്ക് ലഭിക്കും. നമ്മുടെ ആ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഇബാദത്തായിട്ട് ഗണിക്കപ്പെടും. നിയ്യത്തും നന്നാക്കുക, ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന ചിന്തയോടുകൂടെ കിടക്കുകയും ചെയ്താൽ നമ്മുടെ ആ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഇബാദത്തായിട്ട് മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ഈ ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി നാം പകർത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.